വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്ലാസ് ഒന്ന് നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? നരേന്ദ്ര മോദി. ആരാണ്? നരേന്ദ്രമോദി. ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ? ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ? ഏത് സംസ്ഥാനത്തെയാണ്? സിക്കിമിന്റെയാണ് കേട്ടോ. അടുത്തത്: ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആരാണ്? നീരജ് ചോപ്രയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ദിനം എന്നാണ്? ജൂൺ 1. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ദിനം എന്നാണ്? ജൂൺ 1. അടുത്തത്: UPSC ചെയർമാനായി പുതിയതായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അജയ് കുമാർ. UPSC ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ അജയ് കുമാർ ആണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട പ്രഥമ ഹിമപ്പുലി കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട പ്രഥമ ഹിമപ്പുലി കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേന്ദ്ര സർക്കാർ തുടക്കമിട്ട RAMP സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്. കേന്ദ്ര സർക്കാർ തുടക്കമിട്ട RAMP സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ എന്താണ്? വളർച്ചയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അടുത്തത്: ഏത് രാജകുടുംബമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഡംബര വിമാനം സമ്മാനിച്ചത്? ഖത്തർ. ഏത് രാജകുടുംബമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഡംബര വിമാനം സമ്മാനിച്ചത്? ഖത്തറാണ്. അടുത്തത്: ഗഗൻയാൻ മിഷന്റെ ഭാഗമായി ISRO വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? വ്യോംമിത്ര. ഗഗൻയാൻ മിഷന്റെ ഭാഗമായി ISRO വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണ്? വ്യോംമിത്ര എന്നാണ് ഇതിന്റെ പേര്. 2024 അന്തർദേശീയ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിത ആരാണ്? സുധാമൂർത്തി. 2024 അന്തർദേശീയ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിത ആരാണ്? സുധാമൂർത്തിയാണ്. നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് എന്താണ്? മേര യുവ ഭാരത്. നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് എന്താണ്? മേര യുവ ഭാരത് എന്നാണ്. ആണവോർജ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. ആണവോർജ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ്. ഏത് സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ? സിക്കിം. എവിടത്തെയാണ്? സിക്കിം. അടുത്തത്: ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ജയ് ഷാ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ജയ് ഷാ.
കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് 2023 ജാനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 3-ൽ ഉൾപ്പെടുത്തിയ ചെടി ഏതാണ്? നീലക്കുറിഞ്ഞി. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് 2023 ജാനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമ പട്ടിക 3-ൽ ഉൾപ്പെടുത്തിയ ചെടിയുടെ പേരെന്താണ്? നീലക്കുറിഞ്ഞി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പല് ഏതാണ്? ഗംഗ വിലാസ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ ഏതാണ്? ഗംഗ വിലാസ്. വിഖ്യാതമായ ഏത് ഫോട്ടോഗ്രാഫിൽ നിന്നാണ് അതിന്റെ ഫോട്ടോഗ്രാഫറുടെ പേര് അടുത്തിടെ നീക്കം ചെയ്തത്? നാപ്പാം പെൺകുട്ടി, അതായത് നാപ്പാം ഗേൾ എന്ന് പറയുന്ന ആ ഫോട്ടോയിൽ നിന്ന് കേട്ടോ. വിഖ്യാതമായ ഏത് ഫോട്ടോഗ്രാഫിൽ നിന്നാണ് അതിന്റെ ഫോട്ടോഗ്രാഫറുടെ പേര് അടുത്തിടെ നീക്കം ചെയ്തത്? നാപ്പാം പെൺകുട്ടി. ആരായിരുന്നു ഫോട്ടോഗ്രാഫർ എന്നാണ് പിന്നെ അതൊരു പ്രശ്നം വന്നിട്ട് മാറ്റാണ് ചെയ്തത്. ആരാണ്? വിയറ്റ്നാംകാരനായ നിക് ഔട്ട്. ആരാണ്? വിയറ്റ്നാംകാരനായ നിക് ഔട്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇനി മുതൽ രാജ്യത്ത് ആയുർവേദ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 23. നമ്മുടെ രാജ്യത്ത് ആയുർവേദ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? സെപ്റ്റംബർ 23 കേട്ടോ. ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയി ആചരിക്കുന്ന ദിവസം ഏതാണ്? ജാനുവരി 16. നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ഏതാണ്? ജാനുവരി 16. നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ജാനുവരി 16 കേട്ടോ, ഓർത്തു വെക്കണം. നെക്സ്റ്റ് വൺ നോക്കൂ. യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലെ ഭക്ഷണം നൽകിയതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വാരണാസി കന്റോൺമെന്റ് സ്റ്റേഷൻ. ഏതാണ്? വാരണാസി കന്റോൺമെന്റ് സ്റ്റേഷൻ. യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഭക്ഷണം നൽകിയതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വാരണാസി കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ ടണൽ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അടുത്തിടെ അന്തരിച്ച ഹോസെ മുസിക്ക ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്നു? ഉറുഗ്വൈ. അടുത്തിടെ അന്തരിച്ച ഹോസെ മുസിഗ്വ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? എവിടത്തെയാണ്? ഉറുഗ്വായുടെ പ്രസിഡന്റ് ആയിരുന്നു. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലിന്റെ പേരെന്താണ്? ഭാർഗവാസ്ത്ര. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലിന്റെ പേരെന്താണ്? ഭാർഗവാസ്ത്ര എന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് ഏത് പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യമാണ് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത്? ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് ഏത് പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യമാണ് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത്? ബലൂചിസ്ഥാൻ. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഏതാണ്? ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം ഷിക്കാഗോ ആണ്. നമ്മുടെ ഇവിടെ ക്യാമ്പസ് എവിടെയാ വരണേ? മുംബൈയിലാണ് വരിക. 2026 തൊട്ട് വരുന്നതാണ് പറയണത്. അപ്പൊ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US യൂണിവേഴ്സിറ്റി ഏതാണ്? ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ്. ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്ത ബിർസ മുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിനു വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്? ഹോക്കി. ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിർസ മുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിനു വേണ്ടി മാത്രമായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കിയാണ് കേട്ടോ ഉത്തരം. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ലോറൻസ് വോങ്ങിനെയാണ്.
സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ലോറൻസ് വോങ്ങിനെയാണ് കേട്ടോ. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഏതായിരുന്നു? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മൊഹാലിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മൊഹാലി. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ വേദിക് ക്ലോക്ക് ഏതാണ്? വിക്രമാദിത്യ വേദിക് ക്ലോക്ക്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തെ ആദ്യത്തെ വേദിക് ക്ലോക്ക് വിക്രമാദിത്യ വേദിക് ക്ലോക്ക് ആണ്. 2025 G7 ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു? കാനഡയിലെ കനാനാസ്ക. ഏതാണ്? കാനഡയിലെ കനാനാസ്കി അവിടെയാണ് കേട്ടോ. കാനഡയിലെ കനാനാസ്കിസിലാണ് G7 ഉച്ചകോടി 2025 വേദിയായിരുന്നത് എന്ന് ഓർത്തു വെക്കണം. ഈ അടുത്തിടെ ഒരു വന്യജീവി സംരക്ഷണ പ്രവർത്തകൻ മരിച്ചു. അതായത് അദ്ദേഹം അന്തരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം വനമുനി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ വനമുനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായ പ്രശസ്തനായിട്ടുള്ള വ്യക്തി ആരാണ്? മാരുതി ചിദംപള്ളിയാണ്. അപ്പൊ എന്താ പറഞ്ഞ? വനമുനി എന്ന പേരിൽ പ്രശസ്തനായ വന്യജീവി സംരക്ഷണ പ്രവർത്തകനും മറാഠി എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? അപ്പൊ അദ്ദേഹം ഈ അടുത്തിടെ മരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് മാരുതി ചിദംപള്ളി എന്നാണ്. ആരാണ്? മാരുതി ചിദംപള്ളി കേട്ടോ. അടുത്തത്, ഏത് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരിയോസ് III ആണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അടുത്തിടെ ലഭിച്ചത്? ആരുടെയാണ് കിട്ടിയത്? സൈപ്രസിന്റെ. ഏത് രാജ്യത്തിന്റെയാണ്? സൈപ്രസിന്റെയാണ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് പറയാം. ഏത് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരിയോസ് III എന്ന് പറയുന്ന ആ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. എവിടത്തെയാ കിട്ടിയത്? സൈപ്രസിന്റെയാണ് കിട്ടിയത് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗിലുള്ള നിവാട്ടി റോസ്കിനടുത്താണ്. അപ്പോ ഒന്നും കൂടെ പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ, അത് അനുമതി ലഭിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് തുടങ്ങിയിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം നിർമ്മിക്കാൻ അനുമതി ലഭിച്ചത് എവിടെ? മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗിലുള്ള നിവാട്ടി റോസ്കിനടുത്താണ്. മഹാരാഷ്ട്രയിലെ സിന്ധു ദുർഗിലുള്ള നിവാട്ടി റോസ്കിനടുത്ത് കേട്ടോ. അടുത്തത്, ആദ്യത്തെ നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഷർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ്? അതായത് ഒന്നും കൂടെ പറയാം. നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ആദ്യ ആന്റി സബ്മറൈൻ വാർഫർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എന്തിന്റെ? നാവികസേനയുടെ. ഏതാണ്? INS അർണാല. INS അർണാല കേട്ടോ. ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാവികസേനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏത്? INS അർണാല കേട്ടോ. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണ്. ആ ഡ്രോണിന്റെ പരീക്ഷണം പൊക്രാനിൽ വിജയകരമായി നടന്നു. എന്താണ് ഡ്രോണിന്റെ പേര്? രുദ്രാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണായ അതായത് ആധുനിക ഡ്രോണിന്റെ പരീക്ഷണം പൊക്രാനിൽ നടന്നതാണ്. ഏതാണ് ആ ഡ്രോൺ എന്ന് ചോദിച്ചാൽ രുദ്രാസ്ത്ര എന്നാണ് അതിന്റെ പേര്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഭാരതരത്ന ജേതാവായ കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ബീഹാർ കേട്ടോ. ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ്? ബീഹാർ കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ഇന്ത്യൻ പേസ് ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ഇന്ത്യൻ പേസ് ബൗളർ ആരാണ്? ജസ്പ്രീത് ബുംറ. 2024
2025 UN സമുദ്ര ഉച്ചകോടി വേദി എവിടെയാണ്? ഫ്രാൻസിലെ നീസ് ആണ്. 2025 UN സമുദ്ര ഉച്ചകോടി വേദി ഫ്രാൻസിലെ നീസ് ആണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിൽ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ രക്ഷാദൌത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിൽ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ രക്ഷാദൌത്യത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ധു എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് പ്രസിദ്ധമായ ക്ഷേത്രത്തെ ഒരു ലോകോത്തര പാരമ്പര്യ കേന്ദ്രമാക്കി മാറ്റാനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശ്രീ മന്ദിർ പരിക്രമ പ്രകൽപ? ഏത് ക്ഷേത്രമാണ്? പുരി ജഗന്നാഥ ക്ഷേത്രം. ലോകത്തെ പാരമ്പര്യ കേന്ദ്ര എന്താ പറയാ ഒരു ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തെ ലോകോത്തര പാരമ്പര്യ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. ആ പദ്ധതിയുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ ശ്രീ മന്ദിർ പരിക്രമ പ്രകൽപ എന്നാണ്. ഏതാണ് ക്ഷേത്രം? പുരി ജഗന്നാഥ ക്ഷേത്രമാണെന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. 2023 ഡിസംബർ 31 വിജ്ഞാപനത്തിലൂടെ രൂപം നൽകിയത് ഏത് ഇന്ത്യയുടെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ്? 16ാമത്തെ. 2023 ഡിസംബർ 31 വിജ്ഞാപനത്തിലൂടെ രൂപം നൽകിയത് ഇന്ത്യയുടെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണെന്നാ ചോദിക്കണേ. എത്രാമത്തെയാണ്? 16ാമത്തെയാണ് കേട്ടോ. പുരുഷ വിഭാഗത്തിലെ മികച്ച അന്താരാഷ്ട്ര കളിക്കാരനുള്ള BCCIയുടെ 2022-23 അവാർഡ് ആരാണ് നേടിയത്? ശുഭ്മാൻ ഗില്ലാണ് നേടിയത്. പുരുഷ വിഭാഗത്തിലെ മികച്ച അന്താരാഷ്ട്ര കളിക്കാരനുള്ള BCCIയുടെ 2022-23 അവാർഡ് നേടിയത് ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതൻ ആയത് ആരാണ്? AM ഖാൻ വിൽക്കർ. AM ഖാൻ വിൽക്കർ. 2024 ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതനായത് AM ഖാൻ വിൽക്കർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് എന്ന് ഓർക്കണം. ഇനി UN പോപ്പുലർ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്ര കോടിയാകുമെന്നാണ് അനുമാനിക്കുന്നത്? നമ്മൾ 146 കോടി. UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്ര കോടിയാകുമെന്നാണ് അനുമാനിക്കുന്നത്? 146 കോടി ട്ടോ. ഗവേഷകർ 2200 വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വത് നഗർ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഗവേഷകർ 2200 വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വത് നഗർ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടുന്നതിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ലക്നൗ. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം നേടാനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? ലക്നൗ ആണ്. ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ നൽകാനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? മോസം. ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ നൽകാനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? മോസം എന്നാണ്. ഗാസയിലേക്ക് സഹായവുമായി പോയ ഏത് പരിസ്ഥിതി പ്രവർത്തകനെയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത്? ഗ്രേറ്റ ത്യൂൻബേ. ഗാസയിലേക്ക് സഹായമായി പോയ ഏത് പരിസ്ഥിതി പ്രവർത്തകനെയാണ് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തത്? ഗ്രേറ്റ ത്യൂൻബേ. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ രാജിവെച്ചത് ആരാണ്? അമിതാഭ് കാന്താണ്. ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ രാജിവെച്ചത് ആരാണ്? അമിതാഭ് കാന്താണ് കേട്ടോ. ISRO 2024 ജാനുവരി 1 വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററി ഏതാണ്? എക്സ്പോ സാറ്റ്. ISRO 2024 ജാനുവരി 1 വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററി ഏതാണ്? എക്സ്പോ സാറ്റ് ആണ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6ന്റെ ആദ്യ വനിതാ മേധാവി ആരാണ്? ബ്ലെയ്സ് മെട്രവെലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6. അപ്പൊ അതും ഒരു പോയിന്റ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ പേരെന്താണ്?
I6 ആണ്. അതിന്റെ ആദ്യ വനിതാ മേധാവി ബ്ലെയ്സ് ആരാണ്? മെട്രാവലി. ബ്ലെയ്സ് മെട്രാവലി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? കമ്പാലയിൽ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 19ാം ഉച്ചകോടി നടന്നത് എവിടെയാണ്? കമ്പാലയിലാണ് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിലത്തെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് തോന്നുന്ന ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ നമുക്കൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.